ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് റോസ്മേരിയെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. റോസ്മേരി എന്ന് വെച്ചിട്ട് ഞെട്ടണ്ട, നമ്മുടെ എസെൻഷ്യൽ ഓയിൽസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല അരോമാറ്റിക് തെറാപ്പിക്കൊക്കെ യൂസ് ചെയ്യുന്ന റോസ്മേരി നമ്മുടെ ഇടയിൽ, മലയാളികളുടെ ഇടയിൽ അത്ര പോപ്പുലർ അല്ലെങ്കിലും അതൊരു അത്ഭുത സസ്യമാണ്. അതിന് കുറേ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്കറിയാം, വൈറ്റമിൻസിന്റെയും ആന്റി ഓക്സിഡന്റിന്റെയും ഒരു കലവറയാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, B3, വൈറ്റമിൻ സി, അതേപോലെ തന്നെ കാൽഷ്യം, അയൺ, മാഗ്നീഷ്യം, മാഗ്നൈസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക് ആൻഡ് റോസ്മേരി. നമ്മൾ അങ്ങനെ കുക്കിങ്ങിനും കാര്യത്തിലൊന്നും ഉപയോഗിക്കില്ല. നമ്മൾ അലങ്കാര പരിപാടികൾക്കാണ് റോസ്മേരി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അരോമാറ്റിക് ആണ്. പല പല സ്ഥലങ്ങളിലും റോസ്മേരി വെച്ചിട്ട് നമ്മുടെ ദുസ്വപ്നം കാണുന്ന ആൾക്കാർ രാത്രി ബെഡിന്റെ അടിയിൽ വെക്കുന്ന പറയുന്ന കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർ ഇത് വെച്ചിട്ട് നമ്മുടെ ബെഡ് ആൻഡ് സ്പേസിൽ എവിടെയെങ്കിലും വെക്കുന്നതും ഈ ഒരു ഫ്ലേവറിങ്ങിന് നല്ലതാണ്. നമ്മുടെ ആ ഒരു സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുക എങ്ങനെയാണെന്നറിയോ? കൊതുകുകളെ നമുക്ക് പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടി പറ്റും. റോസ്മേരിയുടെ ഈ ഇല ചതച്ചിട്ടിട്ട് ഇതിൽ നിന്നൊരു ഓയിൽ കിട്ടും. അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് കൊതുക് അടിക്കും. നമ്മുടെ ദേഹത്തൊക്കെ പെരട്ടാട്ടോ. അപ്പം ഇവിടെ നിങ്ങൾ കാണാം. അപ്പം ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും വേണ്ട. റോസ്മേരിയും കുറച്ച് വെള്ളവും മതി. ഇതിപ്പോ 50 ഗ്രാമാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ ഡ്രൈ ആയിട്ടുള്ള ഫോമിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഡ്രൈ ആയിട്ടുള്ള ഫോം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അളവ് നോക്കുക. 50 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കൈപ്പിടി നിറയെ വരും. അപ്പം ഇത് ഈ ഒരു തണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം മതിയാവും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതിട്ടിട്ട് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് ഇതിലിട്ടിട്ട് നന്നായിട്ട് തിളക്കുമ്പം ശരിക്കും ഇത് ബോയിൽ ചെയ്യുന്ന സമയത്ത് സ്മെല്ലൊന്നും പുറത്തു പോകാൻ വേണ്ടി പാടില്ല. അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആയിട്ട് അത് അവിടെ അടച്ചവിടെ വെച്ചേക്കാം. പിറ്റത്തെ ദിവസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കൂൾ ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലോട്ടേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഹെയറിൽ ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെയാണോ ഉള്ളിൽ നമ്മുടെ ഹെയറിന്റെ റൂട്ടിലാണ് അടിക്കേണ്ടത്. ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ മുടി ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, നന്നായിട്ട് ഉള്ളു വന്നു. നെറ്റി കയറിയിട്ടുള്ള ആളായിരുന്നു. അപ്പം ഈ ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഇതിന്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ചെറിയ ചെറിയ ബേബി ഹെയർസ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്യാം. നിങ്ങളുടെ റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. പിന്നെ റോസ്മേരി ഇതുപോലെ ഫ്രഷ് ലീവ്സ് കിട്ടിയിട്ടില്ലേ നിങ്ങൾ വിഷമിക്കേണ്ട. ഇത് നമുക്ക് ചെറിയ സ്പൈസസിന്റെ ബോട്ടിലായിട്ടും വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയൊരു ഇപ്പം ഇത്രയെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ടീസ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുക. അത് ഡ്രൈ ആയിട്ടും വെക്കുന്നുണ്ട്. അപ്പൊ ഡ്രൈ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ അവൈലബിൾ അല്ല. അപ്പം അതിന്റെ ക്വാളിറ്റിയും കൂടും. നമ്മൾ ജസ്റ്റ് അത് വെറുതെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് ഒന്നും ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. നിങ്ങൾ വാങ്ങിച്ചു വെച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫിഷ്, ചിക്കൻ ഇതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വെജിറ്റബിൾസിൻ്റെയും ടേസ്റ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ പിന്നെ ഒരു ആഫ്റ്റർ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതിൻ്റെ ബാക്കി വരുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് നോർമൽ റൂമിൽ വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെച്ചാൽ മതി കേട്ടോ. കുറേ കാലം നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ടേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് റോസ്മേരിയുടെ പെറ്റൽസ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ അളവ് നേരെ പകുതി ആവണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും കൺസിസ്റ്റൻസി, കളറ് ശരിക്കും നല്ല അടിപൊളി റെഡ് വൈനിൻ്റെ കളറിലേക്ക് മാറും. അപ്പോൾ അത് നമ്മൾ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലേക്ക് എടുക്കുക. ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് ശരിക്കും ബെസ്റ്റ് ടോണിക്കാണ്. വീക്കിൽ ഒരു 3 ദിവസമെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് കുളിച്ചതിന് ശേഷം ആ നനവോടെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റ് കൂടും. ഓക്കെ, ആ നനവ് തന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അങ്ങ് ഡ്രൈ ആയിക്കോളും. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട, വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിലാണ് ഇത് ഡയറക്റ്റ് വരേണ്ടത്. സ്കാൽപ്പിൽ ഡെഡായിട്ടുള്ള ആ ഒരു നമ്മുടെ ഫോളിക്യൂൾസിനൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അവിടത്തേക്ക് ശരിക്കും എക്സാക്റ്റ് മെഡിസിൻ എത്തുന്ന ഒരു ഫീലാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ എല്ലാ ഫോളിക്യൂൾസും ഓപ്പണായി അവിടത്തേക്ക് മസാജ് നന്നായിട്ട് കിട്ടിയിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ വേണം. താങ്ക്